Prove that the circle drawn on the equal sides of an isosceles triangle as diameters pass through the midpoint of the third side. ഒരു ഹിന്റായിട്ട് കൺസിഡർ ദ സർക്കിൾ 1/1 എന്ന് തന്നിട്ടുണ്ട്. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നുപോകും എന്ന് തെളിയിക്കുക. സൂചന ഓരോ വൃത്തമായി പരിശോധിക്കുക. നമ്മുടെ ചോദ്യം, ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിൾ. രണ്ടു വശങ്ങൾ തുല്യമായ ത്രികോണമാണ് സമപാർശ്വ ത്രികോണം, ഐസോസെലസ് ട്രയാങ്കിൾ എന്നുള്ളത്. ത്രികോണത്തിന് ABC എന്ന് പേര് കൊടുക്കാം. ഈ സമപാർശ്വ ത്രികോണത്തിന്റെ ഈ രണ്ട് വശങ്ങളാണ് തുല്യമായിട്ടുള്ളത്. ഈ സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസങ്ങളായി രണ്ട് വൃത്തങ്ങൾ വരച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ രണ്ട് വൃത്തങ്ങളും ഈ തുല്യമല്ലാത്ത മൂന്നാമത്തെ വശമായ BCയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ വൃത്തവും BCയിലൂടെ കടന്നു പോകുന്നുണ്ട്, ഈ വൃത്തവും BCയിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ ബിന്ദുവിന് നമുക്ക് P എന്ന് പേര് കൊടുക്കാം. ഈ സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസങ്ങളായി വരച്ചിട്ടുള്ള ഈ രണ്ട് വൃത്തങ്ങളും കടന്നു പോകുന്ന ഈ ഒരു ബിന്ദു എന്നുള്ളത് BCയുടെ മധ്യബിന്ദുവാണ് എന്നാണ് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു സൂചന തന്നിട്ടുണ്ട്, ഓരോ വൃത്തങ്ങളായി പരിഗണിക്കുക. ആദ്യം നമുക്ക് AB വ്യാസമായിട്ടുള്ള ഈ ഒരു വൃത്തം പരിഗണിക്കാം. ഒരു വൃത്തത്തിന്റെ വ്യാസം ഡയാമീറ്റർ ആ വൃത്തത്തിനെ രണ്ട് തുല്യ അർദ്ധവൃത്തങ്ങളായി സെമി സർക്കിളുകളായി ഡിവൈഡ് ചെയ്യുന്നു, ഭാഗിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതും ഒരു അർദ്ധവൃത്തമാണ്, ഇതും ഒരു അർദ്ധവൃത്തമാണ്. നമുക്ക് AP ജോയിൻ ചെയ്യാം. അപ്പോൾ AP ജോയിൻ ചെയ്തു. ഈ വ്യാസത്തിന്റെ രണ്ട് അഗ്രബിന്ദുക്കളായ Aയും Bയും വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചപ്പോൾ ഉണ്ടായ ആംഗിൾ ആണ് ഈ ഒരു ആംഗിൾ. അതായത് ഇത് സെമി സർക്കിളിലെ അർദ്ധവൃത്തത്തിലെ ആംഗിൾ ആണ്, അതുകൊണ്ട് ഇത് 90 ഡിഗ്രിയാണ്. ഇനി AC വ്യാസമായ ഡയാമീറ്ററായ ഈ ഒരു വൃത്തം നോക്കാം. ഈ ഒരു അർദ്ധവൃത്തം നമുക്ക് എടുക്കാം. ഇവിടെ AP നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. ഈ ഡയാമീറ്ററിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളായ Aയും Cയും വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ APC. അത് അർദ്ധവൃത്തത്തിലെ ആംഗിൾ ആണ്, അതുകൊണ്ട് അത് 90 ഡിഗ്രിയാണ്. സെമി സർക്കിളിലെ ആംഗിൾ ആണ്, അത് 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 90 വീതമായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം AP എന്നുള്ളത് BCയിലേക്കുള്ള ലംബമാണ്, പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ, ഈക്വലായ സൈഡ്സ് ജോയിൻ ചെയ്യുന്ന ഈ വെർട്ടെക്സിലെ ഈ മൂലയിൽ നിന്ന് എതിർവശത്തിലേക്കുള്ള ലംബം ഈ മൂന്നാമത്തെ വശത്തിനെ സമഭാഗം ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് AP BCയെ സമഭാഗം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ P എന്നുള്ളത് BCയെ സമഭാഗം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരമായി അപ്പോൾ P എന്നുള്ളത് AB വ്യാസമായ ഈ ഒരു വൃത്തം കടന്നു പോകുന്ന ബിന്ദുവാണ്. അതേപോലെ AC വ്യാസമായ ഈ വൃത്തവും കടന്നു പോകുന്ന ബിന്ദുവാണ് P. ആ P എന്നുള്ളത് BCയുടെ മധ്യബിന്ദുവാണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത്, തെളിയിച്ചത് APB എന്ന ആംഗിൾ വ്യാസത്തിന്റെ രണ്ട് അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ആണിത്. അതുകൊണ്ട് ഇത് അർദ്ധവൃത്തത്തിലെ ആംഗിൾ ആണ്, ഇത് 90 ഡിഗ്രിയാണ്. അതേപോലെ AC എന്ന വ്യാസത്തിന്റെയും രണ്ട് അഗ്രബിന്ദുക്കൾ ഈ വൃത്തത്തിലെയും ഒരു ബിന്ദുവാണ് ഈ ഒരു ബിന്ദു. ആ ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ ആണ് ആംഗിൾ APC. അപ്പൊ അർദ്ധവൃത്തത്തിലെ സെമി സർക്കിളിലെ ആംഗിൾ 90 ആണ്. അപ്പൊ ഇത് 90 ആയതുകൊണ്ട് ഈ AP എന്നുള്ളത് BCയിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ്, ലംബമാണ്. അപ്പൊ ത്രികോണം ABC എന്നുള്ളത് ഒരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് തുല്യമായ വശങ്ങൾ, ഈക്വൽ സൈഡ്സ് ജോയിൻ ചെയ്യുന്ന ഈ വെർട്ടെക്സിലെ ഈ മൂലയിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഈ മൂന്നാമത്തെ വശത്തിനെ സമഭാഗം ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് P എന്നുള്ളത് BC സമഭാഗം ചെയ്യുന്നു, അതുകൊണ്ട് P എന്നുള്ളത് BCയുടെ മധ്യബിന്ദുവാണ്. നമ്മൾ ഈ പറഞ്ഞതെല്ലാം നമുക്കൊന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഉത്തരം. ആംഗിൾ APB ഈക്വൽസ് 90. അതേപോലെ ആംഗിൾ APCയും 90 ആണ്, അർദ്ധവൃത്തത്തിലെ സെമി സർക്കിളിലെ ആംഗിൾ. അതുകൊണ്ട് AP BCക്ക് പെർപെൻഡിക്കുലർ ആണ്, ലംബമാണ്. അതിന് കാരണം ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമല്ലാത്ത വശത്തിലേക്കുള്ള ലംബം ആ വശത്തിനെ സമഭാഗം ചെയ്യുന്നു. അതുകൊണ്ട് P എന്നുള്ളത് BCയുടെ മധ്യബിന്ദുവാണ്. അതുകൊണ്ട് ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നുപോകുന്നു.